പെൺകുട്ടികളെ വളർത്തി വലുതാക്കുന്നത് വിവാഹ കമ്പോളത്തിൽ വിറ്റഴിക്കാനുള്ള വെറും വിൽപ്പനച്ചരക്കായിട്ടാണ് എന്ന് തോന്നുന്ന തരത്തിലാണ് ഓരോ ന്യൂസുകളും വഴിക്കും വഴിയാലെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിസ്മയ, വിഭഞ്ചിക, വിഭഞ്ചികയ്ക്ക് പിന്നാലെ അതുല്യ, എല്ലാ പെൺകുട്ടികളും എത്ര കൊടിയ പീഡനങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. മാനസികമായും ശാരീരികമായും എത്രയേറെ അവർ പീഡിപ്പിക്കപ്പെട്ടു. പലപ്പോഴും അവരത് പല രീതിയിൽ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിച്ചു. എനിക്ക് ഒരുപാട് അയാൾ എന്നെ മർദ്ദിക്കുന്നുണ്ട്, അതും അല്ലെങ്കിൽ എനിക്ക് അയാളുടെ കൂടെ ഇനി ജീവിക്കാൻ പറ്റില്ല, എന്നെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യൂ എന്നെല്ലാം പല ആവർത്തി ഇവരൊക്കെ പറഞ്ഞിട്ടും മാതാപിതാക്കൾ എന്താണ് ചെയ്യുന്നത്? അവരുടെ ജീവിതത്തിലെ ആയുഷ്കാലത്തെ സമ്പാദ്യവും സ്വപ്നവും ഒക്കെ കൂട്ടിച്ചേർത്ത് ഏറ്റവും യോഗ്യൻ എന്ന് തോന്നുന്ന, നല്ല ജോലിയുള്ള, നല്ല ശമ്പളമുള്ള, നല്ല കുടുംബമഹിമയുള്ള ഒരാളെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് പെൺകുട്ടിക്ക് കെട്ടിച്ചു വിടുന്ന സമയത്ത് അവന് കൊടുക്കാവുന്നതിന്റെ അങ്ങേയറ്റം കൊടുത്തിട്ട് എൻ്റെ മകളെ ഒന്ന് സ്നേഹിച്ചാൽ മതി, എൻ്റെ മകളെ ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് വിവാഹമാണ് ജീവിതത്തിന്റെ ഫുൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട്, വിവാഹത്തിൽ പല ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും, പല സങ്കടങ്ങളുണ്ടായിരിക്കും, അതെല്ലാം സഹിച്ചും ക്ഷമിച്ചുമാണ് ഞങ്ങളൊക്കെ ഇതുവരെ എത്തിയേക്കുന്നത്. നിങ്ങൾ എന്താണോ ചെയ്തത് അത് തന്നെ ചെയ്യാനായിട്ട് അവരെ നിർബന്ധിക്കുകയും അവരെന്തെങ്കിലും സങ്കടം പറയുന്നുണ്ടെങ്കിൽ എന്നെ അവൻ ഇടിച്ചു അല്ലെങ്കിൽ തൊഴിച്ചു, തെറി പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നീ സഹിക്കേണ്ടതാണ്. പെൺകുട്ടികളായി കഴിഞ്ഞാൽ ഇതൊക്കെ സഹിക്കണം, ക്ഷമിക്കണം എന്ന് പറയുന്ന ആ ക്ലീശേ മറുപടി ആ സോഷ്യൽ സ്റ്റിഗ്മയിലേക്ക് തള്ളിയിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പുക കണ്ടു കഴിഞ്ഞിട്ട് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല.